ഹലോ വെൽക്കം. സോറി, ഫാനൊന്നും ആദ്യം നിർത്തട്ടെ. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. ഇന്ന് എന്താ ദിവസം? അയ്യോ, എൻ്റെ ഫോൺ. ഇന്ന് ഇന്നൊരു സാറ്റർഡേ ആണ്, വിഷു കഴിഞ്ഞ വീക്കെൻഡ്. അപ്പോൾ 17th സാറ്റർഡേ. അപ്പോൾ ഇപ്പോൾ ഉച്ചയായിട്ട സമയം. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വീക്കെൻഡ് വ്ളോഗ് പോലെ എടുക്കാം. ഈ സാറ്റർഡേയും നാളത്തെ സൺഡേയും കൂടി ക്ലബ് ചെയ്തിട്ട് ഇറ്റ് വിൽ ബി എ ഗുഡ് കണ്ടന്റ് ഐ തിങ്ക്. കാരണം കഴിഞ്ഞ ആഴ്ച ഞാനൊരു അങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പുറത്ത് ഒരു ഷൂട്ടിന് പോയി മാരിയറ്റിൽ. അപ്പോൾ അവിടുത്തെ വീഡിയോ ആയിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. അപ്പോൾ ഇറ്റ് വാസ് എ ഫൺ ഡേ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒരു പണിയില്ല, വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചു. പിന്നെ ലഞ്ചിന് കറി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി. സോ ഐ എം എക്സൈറ്റഡ് അബൌട്ട് ലഞ്ച് ബിക്കോസ് ഐ ഹാവ് ദാറ്റ്. അപ്പോൾ ലഞ്ചിന് അതുണ്ടാക്കി. പിന്നെ കഴിഞ്ഞ വിഷുവിനുള്ള കറികൾ ഞാൻ 3 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും കുറച്ചുണ്ട്. ഇന്നത്തോടു കൂടി ഓൾമോസ്റ്റ് കഴിയും. സോ എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. അപ്പോൾ അത്രയൊക്കെയാണ് ഇത്ര നേരം സംഭവിച്ചിവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു ഡേ ഇൻ മൈ വീക്കെൻഡ് ഇൻ മൈ ലൈഫ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും എന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ കുളിച്ചു കഴിഞ്ഞോളൂ കേട്ടോ. ആക്ച്വലി എൻ്റെ ഹെയർ ഇതേ നോക്കി, ഈ ഏരിയയിൽ ആക്ച്വലി കേളിയാണ്. ഇറ്റ് ലുക്സ് റിയലി ലൈക്ക് എ കേളി ഹെയർ. പക്ഷേ ഇവിടെ ബാക്കിലേക്കും എല്ലായിടത്തും ആസ് യൂഷ്വൽ വേവി ഹെയർ ആണ്. എൻ്റെ ഇവിടുത്തെ മാത്രം ആക്ച്വലി കേളി ഹെയർ ആണ്. അപ്പോൾ ഈ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഞാൻ ഈ ഭാഗം മാത്രം സ്ട്രെയിറ്റ് ചെയ്യും ആൻഡ് റെസ്റ്റ് ഐ വിൽ ലീവ് ഇറ്റ് ആസ് സച്ച്. കാരണം എനിക്ക് ആ ടെക്സ്ചർ ഇഷ്ടം. ദിസ് ഈസ് വെരി ബാഡ്. നമ്മൾ ചീവിക്കഴിഞ്ഞാൽ ഇത് പോകും, വേറൊരു ചകിരി പോലത്തെ ടെക്സ്ചർ ആവും. സോ ജസ്റ്റ് FYI അബൌട്ട് മൈ ഹെയർ. അപ്പോൾ നമുക്ക് കുറച്ച് സ്കിൻ കെയർ ചെയ്യാം. വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഫസ്റ്റ് ഈ ഇതൊരു ടോണറാണ് കേട്ടോ. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇറ്റ് ഇസ് ഗോകുജിയാങ് പ്രീമിയം. ഇത് ഞാൻ ജപ്പാനിൽ ഒരു 1.5 വർഷം 2 വർഷമായോ 1.5 വർഷം മുമ്പ് പോയപ്പോൾ മേടിച്ചാണ്. ഇറ്റ് ഈസ് റിയലി എന്താ പറയുക, ഒരു ഡ്രോപ്പ് ഇത്ര ഞാൻ എടുക്കുള്ളൂ കേട്ടോ. കാരണം ഇത് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ടൈപ്പ് ഒരു സാധനം. ഇത് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര മോയ്സ്ചറൈസ്ഡ് ആവും. പിന്നെ കുറച്ച് ഓയിലിംഗ് കൂടിയാണ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു ആഡ് മച്ച് ടു ഇറ്റ്. സോ ദാറ്റ്സ് ഓൾ. പിന്നെ എൻ്റെ ലിപ് ബാം, ആക്ച്വലി ഇത് ലിപ് മാസ്ക് ആണ് കേട്ടോ ലെനേജിൻ്റെ. ഇത് ഉറങ്ങുന്നതിന് മുമ്പാണ് യൂസ് ചെയ്യുന്ന ബെസ്റ്റ്. കാരണം നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു നല്ലൊരു കോട്ടിട്ട് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങിയാൽ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ ലിപ്സ് ഭയങ്കര മോയ്സ്ചറൈസ്ഡ് ആയിരിക്കും. സോ ഐ ലവ് ദിസ്. ഇതാ കണ്ടോ, കഴിയാറായി. ഇങ്ങനെ കുറേ പേര് റെക്കമെൻഡ് ചെയ്തിട്ട് ഞാൻ മേടിച്ചാണ്. ബട്ട് ഐ റിയലി ലവ്ഡ് ഇറ്റ്. ഇതിൻ്റെ വേറൊരു ട്യൂബും കൂടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കാണുന്നില്ല. പക്ഷെ അതൊരു ഫ്ലേവേർഡ് ലൈക്ക് കളേർഡ് എന്തോ സിനമൺ ഫ്ലേവേർഡ് എന്തോ സംഭവമായിരുന്നു. സിനമൺ ഫ്ലേവർ അങ്ങനെ എന്തോ. അതെവിടെ പോയെന്ന് എനിക്കറിയില്ല. സോ ഇതും ഞാൻ ഉപയോഗിക്കും. പിന്നെ ഐ യൂസ് ദിസ് വൺ. ദിസ് ഈസ് ദി ലോക്സിറ്റെയിൻ ഹാൻഡ് ക്രീം. ഇത് അവരുടെ ഒറിജിനൽ ഹാൻഡ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ യൂസ് ചെയ്യും. ഇതെല്ലാം ആക്ച്വലി കിടക്കുന്നതിന് മുമ്പ് ഇത് ഇട്ട് കിടന്ന് കഴിഞ്ഞാൽ രാവിലെ നല്ല സോഫ്റ്റ് ഹാൻഡ്സ് ഉണ്ടാവും. ഇത് ഷിയ ബട്ടറൊക്കെ ഉള്ളൊരു ഹാൻഡ് ക്രീമാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് വീട്ടിലിരിക്കുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രത്യേകിച്ച് ഒരു പണിയില്ലാത്തതുകൊണ്ട് ഇനി ലഞ്ച് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിക്കുള്ളൂ. അപ്പോഴേക്കും ഇതൊന്ന് നല്ല ഇതായിട്ടുണ്ടാവും. നല്ല സ്മെല്ലും ആണ്ടത്. അപ്പോൾ സ്കിൻ കെയർ ഇസ് ഡൺ. ഇനി ഞാനൊരു ഫിലിം കാണാമെന്ന് വിചാരിച്ചേ. കണ്ടുകൊണ്ടിരുന്നത് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാ വേക്കപ്പ് ഡെഡ് മാൻ നൈവ്സ് ഔട്ട് മിസ്റ്ററി. ആക്ച്വലി ഇതിൻ്റെ കുറേ അപ്പോൾ ഇതിൻ്റെ ആക്ച്വലി 2-3 ഫിലിംസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എവ്രിതിങ് ഈസ് എ മിസ്റ്ററി. ആരെങ്കിലും കൊലപ്പെടുത്തുന്നതായിരിക്കും. ആൻഡ് ദേ ആർ ട്രൈയിങ് ടു എ പേഴ്സൺ വിൽ കം ടു സോൾവ് ഇറ്റ്. അതാണ് ശരിക്കും ഇതിൻ്റെ എല്ലാ ഫിലിംസും അങ്ങനെ ബേസ്ഡ് ആണ്. സോ ഇറ്റ് ഈസ് സെയിം ലൈക്ക് ദാറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കാണാമെന്ന്.
പിന്നെ ഞാൻ എൻ്റെ നെറ്റ്ഫ്ലിക്സ് ഇതൊക്കെയാണ് കേട്ടോ. ഞാനിങ്ങനെ ഡോക്യുമെൻ്ററീസ് കാണും, ലൈക്ക് ഹോമിസൈഡ് സംതിങ്, യാ ഐ എം വിയേർഡ് ലൈക്ക് ദാറ്റ്. ഇത് കാണും. പിന്നെ ഡോക്ടർ ഹൗസ്, ഈ സീരീസാണ് ഇപ്പോൾ ഞാൻ കറൻ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു സീസൺ 2 ആയെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ദുരന്തർ, ഇതൊക്കെ എപ്പോഴും കാണുന്ന, എപ്പോഴും അല്ല സോറി, ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കൂടി കണ്ടു. പിന്നെ ഗുഡ് ഗേൾസ് ഇസ് എ റിയലി ഗുഡ് സീരീസ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ബട്ട് ഐ തിങ്ക് ഈ നെറ്റ്ഫ്ലിക്സ് അവർ സീസൺ 1 ഒക്കെ കളഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ സീസൺ 4 തൊട്ട് അങ്ങനെ എന്തോ ഉള്ളൂ ആക്ച്വലി. യെസ്, ഈ സീസൺ 4 മാത്രമേ ഉള്ളൂ. നിങ്ങൾ സീസൺ 1 തൊട്ട് കാണുന്ന യു വിൽ ലവ് ഇറ്റ് ആക്ച്വലി, ഗുഡ് ഗേൾസ്. പിന്നെ അയ്യോ പോയി ഒരു മിനിറ്റ്. പിന്നെ കിംസ് കൺവീനിയൻസ് ഐ ഫിനിഷ് ദിസ്. ഞാൻ ഫോണിൽ കാണുകൊണ്ടാണ് ഇത് പിന്നെയും ബാക്കിയുള്ളത് കാണുന്നത്. സ്റ്റാർട്ടഡ് ഫ്രം ദ ടി വി ആൻഡ് ദെൻ വെൻ ടു മൈ ഫോൺ. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്. അഗെയിൻ ഐ ലവ് ദീസ് ഡോക്യുമെൻ്ററി കൈൻഡ്സ് ഓഫ് തിങ്സ്. അതുകൊണ്ട് വിയേർഡാണ്. ഗോകുൽ ഇസ് സ്കെയർഡ് ഓഫ് ഇറ്റ് മീ വാച്ചിങ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ എന്താ കണ്ടേ, അത്രയൊക്കെ ഞാൻ കണ്ടേക്കുന്നത്. സോ ദിറ്റ്സ് എ സ്മോൾ റെക്കമെൻഡേഷൻ ഫ്രം കാണുന്ന സീരീസും ടൈപ്പ് ഓഫ് തിങ്സും. സോ ഇറ്റ്സ് എ ഗുഡ് അഡീഷൻ ടു ദിസ് വീഡിയോ ആക്ച്വലി. ഞാൻ വിചാരിച്ചില്ല ഞാൻ അത് റെക്കമെൻഡേഷൻ കാണിക്കാൻ പറ്റുമെന്ന്. സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഞാൻ കാണട്ടെ എന്നാൽ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ച് ടൈമിൽ ഇനി നമുക്ക് കാണാം. അപ്പോൾ എനിക്ക് PR വരുന്ന, PR അല്ല ആക്ച്വലി, എനിക്ക് കൊളാപ്സ് വരുന്ന സാധനങ്ങളാണിത്. ഇത് ഞാനിപ്പോൾ ഒരു മൂലയിലേക്ക് എടുത്ത് വെച്ചേക്കുന്നെല്ലാം. ഇന്നലെ എനിക്ക് 2 സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. മാൾസിൻ്റെ അവർ പുതിയതായിട്ട് പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഇല്യൂമിനേറ്റിംഗ് പ്രൈമർ ആൻഡ് സ്ട്രോപ്പ് ക്രീമാണ് കേട്ടോ. ഇത് 2 എണ്ണം. ഇത് രണ്ടും 2 ഷെയ്ഡിലാണ് വരുന്നത്. ഏത് ഷെയ്ഡ്സാണ് ഇത്? ലൈറ്റ് ബീമും മൂൺ ഗ്ലോയും. സോ ദീസ് ആർ 2 ഷെയ്ഡ്സ്. ഇത് ട്രൈ ചെയ്യണം. എനിക്കിതൊരു എന്താ പറയുക, ഹൈലൈറ്റർ ഇഫക്റ്റ് പോലെ സ്ട്രോപ്പ് ക്രീം അങ്ങനെ വരുന്നതാണ്. പിന്നെ ഇതൊരു PR പാക്കേജാണ്. ഇത് ക്ലേക്കോൻ്റെ ഇതൊരു ആക്ച്വലി മാസ്ക് ആണ്, പ്യൂരിഫൈയിങ് മാച്ച ക്ലേ മാസ്ക്. ഐ എം എക്സൈറ്റഡ് ടു ട്രൈ ദിസ് ആക്ച്വലി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കണമായിരുന്നു. നോക്കാം. എനിക്ക് ശരിക്കും മടിയാണ്ട് ഈ മാസ്ക് ഒക്കെ ഇട്ടിരിക്കാൻ. എൻ്റെ കയ്യിൽ കുറേ മാസ്ക് ഉണ്ട്. ഞാൻ ജപ്പാനിലൊക്കെ പോയപ്പോൾ ഞാൻ കുറേ ഷീറ്റ് മാസ്ക് ഒക്കെ മേടിച്ച് ഇപ്പോഴും അതിരിക്കുന്നുണ്ട്. ഇത് ട്രൈ ചെയ്യണമെന്നുണ്ട്. ശരിക്കും മടിയാണ്, പക്ഷെ ഞാൻ ട്രൈ ചെയ്യാം. ഐ വിൽ ട്രൈ ദിസ് ടുഡേ. സോ ദിസ് ഇസ് മൈ ലഞ്ച്. അപ്പോൾ നമ്മൾ ചോറുണ്ടാക്കിയിട്ട് കാസറോളാക്കി വെക്കോട്ടോ, ചൂട് ആറാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ 3 പേരും 3 ടൈമിലായിരിക്കും കഴിക്കുന്നത്, ഞാനും ഗോകുലച്ഛനും. അപ്പോൾ ചൂട് മാറാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കാസറോളാക്കി വെക്കും. പിന്നെ എപ്പോഴും കഴിക്കുന്ന സെയിം റൈസ്, കേരള മട്ട റൈസ് അല്ലേ ഇത്? അതെ, മട്ട റൈസാണ് കഴിക്കുന്നത്. പിന്നെ ഇത് എക്സൈറ്റിംഗ് പാട്ടെന്ന് പറഞ്ഞാൽ ഇന്നുണ്ടാക്കിയത് മാമ്പഴപ്പുളിശ്ശേരി. യം 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 യം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ. ഈ സമ്മേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എക്സൈറ്റഡ് ആയിരിക്കുന്ന ഈ മാംഗോക്ക് വേണ്ടി മാത്രമാണ്. ഈ ചൂട് എനിക്ക് സഹിക്കാൻ പറ്റില്ല, എനിക്ക് ഇഷ്ടമല്ല, എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ഇരിക്കുക ഞാൻ ചൂട് കാലമൊക്കെ വരുമ്പോൾ. ഐ ഹേറ്റ് ദ സമ്മർ. പിന്നെ പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിഷുവിനായി ഉണ്ടാക്കിയ കൂട്ടുകറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനും കൂടി എടുത്ത് കഴിഞ്ഞു. പിന്നെ ഇന്നലെ രാത്രി നമ്മൾ വിശന്നപ്പോൾ ചിക്കൻ കറി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പാരഗണിലെ ചിക്കൻ കറിയാണ് കേട്ടോ. ഇത് ചിക്കൻ വരട്ടിയത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുത്ത ചിക്കൻ വരട്ടി തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ മാങ്ങാക്കറി പ്ലസ് ചിക്കൻ വരട്ടിയത് വാസ് എ മാച്ച് മെയ്ഡ് ഇൻ ഹെവൻ. ഞാനിങ്ങനെ ആസ്വദിച്ച ഓരോ ഉരുളയും ഇങ്ങനെ കഴിച്ചു. എൻ്റെ വായിൽ ഇപ്പോഴും വെള്ളം വരും കേട്ടോ അത് കാണുമ്പോൾ. സോ ദാറ്റ് വാസ് ലഞ്ച്. സോ ഇതായിരുന്നു എൻ്റെ സാറ്റർഡേ സ്പെഷ്യൽ ലഞ്ച്. ചിക്കൻ കറിയും ഈ മാമ്പഴ പുളിശ്ശേരിയും എല്ലാം കൂടിയായിട്ടൊരു പിടിച്ചങ്ങ് കഴിച്ചു. ദാറ്റ് ഈസ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് ഓഫ് ദ ഡേ ഫോർ മീ ലഞ്ച്. എനിക്ക് ഇത്രയും എന്താ പറയുക, ഞാൻ ഒരു ദിവസം ഇത്രയും നോക്കിയിരിക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ലഞ്ച് കഴിക്കാൻ വേണ്ടി മാത്രമാണ്. ബാക്കിയെല്ലാം ഞാനിങ്ങനെ നോക്കി കണ്ടൊക്കെ കഴിക്കുന്നത്. ബട്ട് ലഞ്ച് ഐ ട്രൈ ടു ഹാവ് എവറിത്തിങ് വിച്ച് ഐ ലവ്. ഇപ്പോൾ കുറച്ചധികം സമയം കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രി ഞാൻ ആകെ വേർത്ത് വിളിച്ചിരിക്കുന്നത്. ഞാൻ ഒരു എത്ര മണിക്കാണ് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ എണീറ്റപ്പോൾ ഒരു 6 മണി എന്തോ ആയിരുന്നു എനിക്ക് തോന്നുന്നത്. അല്ല, 5 മണി കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റു. പിന്നെ വിശന്നു. അപ്പോൾ വിചാരിച്ചു എന്നാൽ കുറച്ച് റൈസ് ഇരിക്കുന്നുണ്ട്, അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കണേ കേട്ടോ, കാണിച്ചു തരാം. സോ ബിരിയാണി റെഡിയായി ആക്ച്വലി. അതെ, നല്ല ബിരിയാണിയുടെയൊക്കെ മണം വരുന്നുണ്ട്. അപ്പോൾ ഇത് എഗ് ബിരിയാണിയാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ചിക്കനൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ എഗ് ബിരിയാണി ഉണ്ടാക്കുന്നത്. സോ ബിരിയാണി പ്രിപ്പറേഷനൊക്കെ പിന്നെ ആസ് യൂഷ്വൽ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി പോയി കുളിക്കണം.
ആകെ ഇതേ വേർത്ത് കുളിച്ചൊരു വഴിയായി. അപ്പോൾ ഇന്നത്തെ ഡിന്നർ നമ്മൾ രാത്രി ചോറ് ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല. ബട്ട് ഇന്ന് വിശന്നപ്പോൾ പിന്നെ ഓർഡർ ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഓർഡർ ചെയ്യാൻ മിക്ക റെസ്റ്റോറൻറ്റ്സും ക്ലോസ്ഡും ആണ്. നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും ഇല്ല കാരണം. അപ്പോൾ പിന്നെ ഞാൻ ഓക്കെ ലെറ്റ്സ് മേക്ക് ഇറ്റ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ റെഡിയായി. ഇത് മുട്ട ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ഒറ്റ കിടപ്പാണ്. കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും നമ്മൾ വേർക്കോ എന്നുള്ള കാര്യം ഞാൻ ആക്ച്വലി മറന്നുപോയി. എസ്പെഷ്യലി ഇപ്പോൾ രാത്രിയും കൂടിയാണ്, എന്നിട്ടും കുക്ക് ചെയ്യുമ്പോൾ നല്ല വേർപ്പാണ്. ഐ കാണ്ട് ഈവൺ ഇമാജിൻ എൻ്റെ വീട്ടിലപ്പം എങ്ങനെ ഇരിക്കുമെന്ന്. അവിടെ ഇതിനേക്കാളും വലിയ ചൂടാണ് കേട്ടോ. ഇവിടെ എനിക്ക് കുറച്ച് ചൂട് കുറവാണെന്ന് തോന്നിയിട്ടുണ്ട്, പക്ഷേ കൊച്ചിയിൽ ഇറ്റ് ഈസ് ടു മച്ച്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് ആലോചിക്കുന്നത്, അവിടെ AC ഒരു കുന്ത്രാണ്ടും ഇല്ല. അപ്പോൾ ഞാൻ ആലോചിക്കും അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു AC മേടിക്കാൻ അടുത്ത ആഴ്ച തന്നെ അങ്ങോട്ട് സ്ഥലം വിടണേണ്. അപ്പോൾ ഇലക്ട്രീഷ്യനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അവിടെ വന്ന് പ്ലഗ് പോയിൻ്റ് ഇട്ട് കൊടുക്കാൻ. കാരണം പഴയ വീടെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് പഴയ വീടാണ്. 2008-09 ഇറ്റ് ഈസ് ഓൾഡ്. അപ്പോൾ ആ ടൈമിലായതുകൊണ്ട് തന്നെ പ്ലഗ് പോയിൻറ്റ്സ് ഒന്നും ഇല്ല കറക്റ്റായിട്ട്. അപ്പോൾ നമ്മൾ പ്ലഗ് പോയിൻറ്റ്സ് വെക്കാൻ ഇലക്ട്രീഷ്യൻ ചേട്ടനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആ പുള്ളി വന്ന് അതിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ദിവസം തന്നെ പോയി AC മേടിക്കണം, ഫിറ്റ് ചെയ്യിപ്പിക്കണം. കാരണം ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ പോയി 2 ദിവസം പോയിട്ടുണ്ടായിരുന്നു. 2 ദിവസമല്ല, കുറച്ച് ദിവസം പോയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ചൂട്, എനിക്ക് പോലും അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എൻ്റെ അനിയനെ അവിടെ കിടന്ന് ഉറങ്ങാനും പറ്റുന്നില്ല മര്യാദയ്ക്ക്. അവൻ 2 ഫാനൊക്കെ ഇട്ടിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത്. സോ പെട്ടെന്ന് തന്നെ അത് ചെയ്യണം. ഇതാണ് എൻ്റെ ഡിന്നർ. ഞാൻ ജസ്റ്റ് റൈസും പിന്നെ കുറച്ച് കേട് മാത്രം എടുത്തോളൂ. മുട്ടയൊന്നും എനിക്കിഷ്ടമല്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ഒരു ഫിലിം കണ്ടിട്ട് കിടന്നുറങ്ങണം. ദാറ്റ് ഈസ് ദ ഗോൾ ഫോർ ദ ഡേ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇനി അടുത്ത വ്ളോഗ് നാളെ ഞാൻ എടുക്കാൻ ഓർത്താൽ ഞാൻ എടുക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. സീ യു ഇൻ അനദർ വ്ളോഗ്. അപ്പോൾ ബൈ ബൈ, ഗുഡ് നൈറ്റ്.